ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തിരി വ്യത്യസ്തമാണ്. അതായത് നമ്മളൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഓരോ വീഡിയോയ്ക്ക് താഴെയും 15,000 രൂപയ്ക്ക് താഴെ നല്ല ഫോൺ ഏതാണ്, ചേട്ടാ ഒരു 13,000 രൂപയ്ക്ക് നല്ലത് ഏതാണ്, 20,000 രൂപയ്ക്ക് നല്ല ഫോൺ ഏതാണ്, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവർക്കൊന്നും നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കാണാറില്ല. നിങ്ങൾക്കറിയാം, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളതിന് ഒരു ഫോൺ സ്പെസിഫിക് ഫോൺ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ജാടയാണോ ഈ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ ബേസിക്കലി നമ്മൾ ഈ പറയുന്ന റാമോ സ്റ്റോറേജ് അത് ഇത് വഗേര വഗേര അതൊന്നും അല്ലാതെ ബേസിക്കലി നമ്മുടെ മൈൻഡിൽ എന്താണ് വേണ്ടത്? ഞാൻ ഐഫോണോ അല്ലെങ്കിൽ ഐപാഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഫോൺ റെക്കമെൻഡ് ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പല വഴിക്ക്. യൂട്യൂബിൽ കമൻ്റ് ആയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിന് താഴെ ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാറുണ്ട്, ട്വിറ്ററിൽ ചോദിക്കാറുണ്ട്, മെയിൽ ചെയ്തവരെ. നമ്മുടെ അവാർഡ് സെക്ഷനിൽ മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ റിക്വസ്റ്റ് ഫോൺ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിക്കാനല്ല, എന്തെങ്കിലും ബിസിനസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്തും ഫോൺ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് മെയിലുകൾ വരാറുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലി നിങ്ങളിപ്പോൾ ഫോണിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോൺ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം. മിക്കവാറും കൂട്ടുകാർ ചോദിക്കും ഏതാടാ നല്ല ഫോൺ, അറിയാവുന്ന ആളാണെങ്കിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും പിന്നെ ഫോൺ എടുത്തോളൂ, അത് നല്ലൊരു ഫോണായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു നല്ല സുഹൃത്തിന് ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിച്ചിട്ട് അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താണ്? ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് അദ്ദേഹം ഓരോന്നൊക്കെ ചെയ്തിട്ട് മാറിപ്പോയതാണ്. ശരിയാക്കി കൊടുത്തു പോകുന്നു. വീണ്ടും അടുത്ത ദിവസം വേറെ കംപ്ലൈൻറ്റ്, അതും ഞാൻ ശരിയാക്കി കൊടുത്തു. ഈ കംപ്ലൈൻ്റ് ഒന്നും ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നില്ല. അദ്ദേഹം ഉപയോഗിക്കുന്നതിൻ്റെ അറിവില്ലായ്മ കൊണ്ടും മറ്റും മിസ്റ്റേക്കായിട്ട് പറ്റിയ സെറ്റിങ്സുകൾ മാറിപ്പോയ കംപ്ലൈൻറ്റുകളായിരുന്നു. പക്ഷെ അതിനൊക്കെ അത് ഞാൻ എടുത്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഞാൻ ശരിയാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നു. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമില്ല എന്നൊന്നുമല്ല, എനിക്കത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ബട്ട് നമ്മൾ ഒരാൾക്ക് രണ്ടാൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അയാൾ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അത് ശരിയാക്കി കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് യൂഷ്വലി അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഫോൺ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത്തരം ഒരു അനുഭവം വരും. അതിനെന്തെങ്കിലും ഒരു ഇഷ്യൂസ് അവർ ഉപയോഗിക്കുന്നതിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കും, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? നിങ്ങളാണ് ഒരു സാധനം സുഹൃത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ അയാൾ അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ പറയുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. പറ്റില്ല, യൂഷ്വലി നമുക്ക് പറ്റില്ല. നമ്മളത് ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ സുഹൃത്താണ്, നമ്മൾ വാങ്ങിച്ചു കൊടുത്തൊരു സാധനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കണം. ഫോണിൻ്റെ കാര്യം എനിക്ക് പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഏതൊക്കെ സുഹൃത്തുക്കൾക്ക് ഫോൺ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 3-4 സുഹൃത്തുക്കൾ മാത്രമുള്ള എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനലിൽ ചുരുങ്ങിയതൊരു 10,000 പേരെങ്കിലും നമ്മളോട് ചോദിക്കുന്നുണ്ടാവും ഒരു നല്ല ഫോൺ സജസ്റ്റ് ചെയ്യാൻ. അത്രയും പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ തന്നെ എനിക്ക് ഒരു നല്ല സമയം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. പ്രാക്ടിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാമോ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ എന്തോ പ്രശ്നം, ഒരാൾ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല. ബട്ട് എൻ്റെ ഭാഗത്തു നിന്നോട് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ എത്ര പേരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ജസ്റ്റ് ഒന്നും വേണ്ട, 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. വെറും 1% ആയി എടുത്താൽ പോലും ഒരു 500 പേര്, അത്ര നോക്കിയാൽ മതി, ഒരു 500 പേര് മുമ്പിൽ നിരന്ന് ഫോണിൻ്റെ കംപ്ലൈൻറ്റ് വേണം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ആ 500 ആൾക്കാരെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? അത് മാത്രം ആലോചിച്ചാൽ മതി. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞത് ഉപയോഗിക്കാൻ അറിയാതെ വരുന്ന മിസ്റ്റേക്കുകളുടെ കാര്യമാണ്. ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെയാണെങ്കിലും ചിലപ്പോൾ ഫോണുകൾക്ക് പലതരത്തിലുള്ള കംപ്ലൈൻറ്റ് വരാം. ഈവൻ നിങ്ങൾ 1.5 ലക്ഷം കൊടുത്ത് ഐഫോൺ 12 Pro Max എടുത്താലും അതിനും കംപ്ലൈൻറ്റ് വരാം. പ്രീമിയം ആണ്, ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനും കംപ്ലൈൻ്റ് ഒക്കെ വരാം. അപ്പോഴും ഈ എടുത്തു കൊടുത്ത ആൾക്കാർക്ക് അതിനൊരു ഉത്തരവാദിത്തം വരും. അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടെടുത്ത ഫോണാണ്, അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് തമാശയ്ക്ക് പറഞ്ഞാൽ പോലും നമുക്കതൊരു ഫീലിംഗ് ആണ്. ആത്മാർത്ഥതയുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു ഫീലിംഗ് ആയിരിക്കും. നമ്മൾ എടുത്തു കൊടുത്തിട്ട് അയ്യോ അതിങ്ങനെ ആയല്ലോ എന്നൊരു തോന്നൽ വരും. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിലും ഇഷ്യൂസ് വരാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഫോൺ റെക്കമെൻഡ് ചെയ്തതിലെ ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർ അതും കൊണ്ടൊരു ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇത്രയും അധികം ആൾക്കാർ വരാൻ തുടങ്ങിയാൽ എന്നെ സംബന്ധിച്ചത് അതത്ര ഈസി ആയിരിക്കില്ല എനിക്ക്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് മോശമാവുക എന്ന് പറഞ്ഞാൽ അതത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ ഫോണുകൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇഷ്യൂസ് ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറും. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷെ അതിന് ഞാൻ പകരം ഒരു ഓപ്ഷൻ വേറെ ചെയ്യുന്നുണ്ട്.
അതായത് നമ്മളൊരു 20,000 താഴെ 15,000 ഇടയിൽ ആ ഒരു ചെറിയ പ്രൈസിനിടയിൽ വരുന്ന നല്ല 2-3 ഫോണുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണുകൾ, ഞാൻ മിക്കവാറും വീഡിയോ ചെയ്യാറുണ്ട് എല്ലാ മാസവും. 15,000 താഴെ നല്ല ഫോണുകൾ, 10,000 താഴെയുള്ള നല്ല ഫോണുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. റെക്കമെൻഡേഷൻ ആയിട്ടല്ല ചെയ്യുന്നത്, അവിടെ എനിക്ക് നല്ല ഫോണെന്ന് തോന്നിയ ഫോണുകളാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ നിങ്ങൾ അത്തരം വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഏതാണ് ആ റേഞ്ചിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോണെന്ന് മനസ്സിലാവാൻ. എന്നാൽ പലരും ഈ ചോദ്യം ചോദിക്കുന്ന പലരും അത്തരം വീഡിയോസ് കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരം വീഡിയോസ് കണ്ടു നോക്കുക, അത് നമ്മുടെ റെക്കമെൻഡേഷനാണ്, ആ പ്രൈസ് സെഗ്മെന്റിലെ നമ്മുടെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷൻ അതിനകത്ത് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഒരു പരിധി വരെ. നിങ്ങളുടെ ആവശ്യം ഞാൻ പറയുന്ന ആ വീഡിയോയിൽ ഞാൻ പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നല്ല ഓപ്ഷൻ കിട്ടിയേക്കാം. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഫോണുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഹെവി റിസ്ക് ആണ്. ഇനി ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ റാം ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനൊക്കെ മുകളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യത്തിനുള്ള പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. iPhone 11 ഞാൻ എടുക്കുമ്പോൾ വീഡിയോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോൺ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ബെസ്റ്റ് ക്വാളിറ്റിയാണ് അന്നത്തെ എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ടാണ് എടുത്തത്. അപ്പോൾ മെയിൻ പർപ്പസ് അതായിരുന്നു. വീഡിയോ എഡിറ്റിംഗ് നടക്കണം, അത് ഇതിനകത്ത് നടക്കും. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇതിന് ഏറ്റവും ബെസ്റ്റ് iPhone 11 തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം. ഇന്നിപ്പോൾ 12 Pro Max ഒക്കെ ഉണ്ട്, കമ്പനി പലത് ഇറക്കുന്നുണ്ടാവാം. ബട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒരെണ്ണം എടുത്തു, iPhone 11 എടുത്തു. പിന്നീട് iPhone 12 ഇറങ്ങി, അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ? തീർച്ചയായും ചെയ്യാമല്ലേ. പക്ഷെ അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്, ആഗ്രഹം ഉണ്ടോ എന്നല്ല. ആഗ്രഹം തീർച്ചയായിട്ടും iPhone 12 Pro Max ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് എനിക്ക് ആവശ്യമുണ്ടോ? ഇല്ല. iPhone 11 ഞാൻ എടുത്തതിൻ്റെ ഉദ്ദേശം, എൻ്റെ ആവശ്യം എന്തായിരുന്നു? വീഡിയോ എടുക്കലായിരുന്നു. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇപ്പോഴും എനിക്ക് ബെസ്റ്റ് ക്വാളിറ്റി തരുന്നുണ്ട്. സോ എനിക്ക് iPhone 12 Pro Max അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ആഗ്രഹമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ iPhone 11 തന്നെയാണ് ഇപ്പോഴും കൈവച്ചിരിക്കുന്നത്. 12 Pro Max ഒന്നും എടുത്തിട്ടില്ല. സോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക, ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക. അതെന്താണോ ആവശ്യം, ആ ആവശ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുള്ളൂ, അപ്പോൾ ഉള്ളത് വാങ്ങിക്കാമെന്നല്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ക്യാമറ വേണമെങ്കിൽ അത് എത്ര രൂപയാണ്, ആ പ്രൈസിന് വേണ്ടി അധ്വാനിക്കുക. ഞാൻ അങ്ങനെ തന്നെ അധ്വാനിച്ച് തന്നെ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഫോൺ വാങ്ങിക്കുക, അതും ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുക. ആഗ്രഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട. റിയൽമി ഇന്ന് 6 ഇറക്കി, നാളെ 7 ഇറക്കും, മറ്റന്നാൾ 8 ഇറക്കും, ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അവരിറക്കിക്കോട്ടെ, നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. അങ്ങനെയാണ് ഞാൻ iPhone 11 എടുത്തത്. അതാണ് ബേസിക് ആയിട്ട് ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് iPhone 11 എടുത്തതെന്ന് പറയുന്നത്. ഒരു വ്ളോഗൊക്കെ ചെയ്യാനുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ടെക്ക് മാത്രമായിട്ട് ഒതുങ്ങായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും വ്ളോഗിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വ്ളോഗുകൾ 1-2 എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രാക്ടീസ് കുറവിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ 2 വ്ളോഗ് എടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ ഒരു iPad Air വാങ്ങിക്കാൻ പോയതിൻ്റെ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ പ്രതാപ്ജി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലിലായിരിക്കും. iPad Air വാങ്ങിക്കാൻ പോയതിൻ്റെ വ്ളോഗുണ്ട്. എയറും ഒരു ആവശ്യത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തിനാ എയർ വാങ്ങിച്ചതെന്ന് ചിന്തിക്കേണ്ട. എയറിനകത്ത് നമുക്ക് വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. ഈ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ സ്മൂത്ത് ആയിട്ട് എൻ്റെ ഒരു സെറ്റപ്പ് i5 കമ്പ്യൂട്ടർ 16 GB റാം ഈ ഒരു സെറ്റപ്പിൽ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ സ്മൂത്ത് ആയിട്ട് iPad Airൽ LumaFusion എന്ന് പറയുന്ന എഡിറ്റർ വെച്ചുകൊണ്ട് സ്മൂത്ത് ആയിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് iPad Air ഞാൻ വാങ്ങിച്ചത്. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, എൻ്റെ ആവശ്യങ്ങൾക്കാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൊണ്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കാൻ. നിങ്ങൾ എന്നോടൊരു ഫോൺ 15,000 നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാവില്ല എൻ്റെ റെക്കമെൻഡേഷൻ. അത് എൻ്റെ ആവശ്യത്തിനുള്ളതായിരിക്കും. എൻ്റെ ആവശ്യം നിങ്ങളുടെ ആവശ്യമാണെന്നില്ലല്ലോ. സോ നിങ്ങളുടെ ആവശ്യം എന്താണോ, ക്യാമറയാണെങ്കിൽ ക്യാമറ റിവ്യൂസ് കണ്ട് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഗെയിമിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ നോക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കൊണ്ട് ഫോൺ എടുക്കുക. അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ പരാതിയാണ്. അതിൻ്റെ കാരണം അതായിരുന്നു. ഫോൺ എടുക്കാമോ, ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മാത്രം എടുക്കുക. ആവശ്യമുള്ളത് തന്നെ എടുക്കുക. അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കമ്പനികൾ പുതിയത് ഇറക്കുന്ന എഴുതിയിട്ട് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.